ജിസേലും ബിന്നിയും തമ്മിൽ യമണ്ടൻ അടി നടന്നിരിക്കുകയാണ്. എന്താണ് സംഭവം പറയാം. നൂറയും അനീഷും തമ്മിൽ ഗംഭീര കളികൾ തുടങ്ങിയിരിക്കുകയാണ്. ഗ്രൂപ്പുകൾ പൊളിയാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ലൈവിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം പറയാം. ഡേ 36 രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം. ആദ്യം തന്നെ മോർണിംഗ് സോങ് ആണ് വരുന്നത്. മോർണിംഗ് സോങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തകില് പുകില് കുരവ ചെല്ലാണ് തന്തന തന പാടിവ, അതാണ് മോർണിംഗ് സോങ് ആയിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം രാവിലെ തന്നെ നമ്മുടെ ജിസേൽ കിച്ചണിൽ വരുന്നു. ജിസേൽ കിച്ചണിൽ വരുന്ന സമയത്ത് കിച്ചണൊക്കെ അലമ്പായിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജിസേൽ വരുന്ന സമയത്ത് ഇവരൊക്കെ പാത്രങ്ങൾ സാമ്പാറുകൾ കഴിച്ചിട്ട് കഴുകാതെ വച്ച പുഴുത്തഴുകിയിരിക്കുന്ന സാധനങ്ങൾ 2 ദിവസമൊക്കെ പഴക്കമായി കാണും എന്ന് തോന്നുന്നു. അത്രയും കണ്ടു കഴിഞ്ഞാൽ അറപ്പ്, അതായത് വേണമെങ്കിൽ നമുക്ക് ഛർദ്ദിക്കാൻ വരുന്ന ഒരു അവസ്ഥയിലാണ് കിച്ചണിൻ്റെ കിടപ്പ് എന്ന് പറയുന്നത്. മാത്രമല്ല കപ്പുകൾ വരെ കഴുകാതെ അങ്ങനെ കമിഴ്ത്ത് വെച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇതൊക്കെ ജിസേൽ കാണുകയാണ് ചെയ്യുന്നത്. അതായത് വെസൽ ടീമിലുള്ളത് നമ്മുടെ ബിന്നി ഉണ്ട്, അതുപോലെ തന്നെ മസ്താനിയൊക്കെയാണ് വെസൽ ടീമിലുള്ളത്. മസ്താനിയാണ് അവിടുത്തെ ക്യാപ്റ്റൻ. അപ്പോൾ ജിസേൽ മസ്താനി എവിടെ, മസ്താനിയല്ലേ വെസലിൻ്റെ ക്യാപ്റ്റൻ ചോദിക്കുന്നു. എനിക്കിപ്പോൾ തന്നെ കാണണം മസ്താനി എന്ന് പറയുന്നു. എന്നിട്ട് മൊത്തം തെരഞ്ഞു നടക്കുവാണ്. മസ്താനി അവിടെ ഒന്നും കാണുന്നില്ല. ഇതേ സമയം നമ്മുടെ റൂമിനകത്ത് നമ്മുടെ ആദില, നൂറ, അക്ബർ, അനീഷ് ഇവർ എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. പ്രവീണുണ്ട്. ഇവർ 5 പേരും കൂടി, 4 പേരല്ല 5 പേരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് പ്രമുഖ കണ്ട വിഷയം. ഇത് ഭയങ്കര വിഷയമാവുന്നുണ്ട്, ഞാൻ പറയാം. അപ്പോൾ അവിടെ ഇവരെല്ലാവരും 5 പേരും കൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഷാനവാസ് ആ ഭാഗത്തൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ നൂറ പറയാണ്, എന്തിനാണ് ആര്യനെ ചെറ്റ എന്ന് വിളിച്ചത് അനീഷേട്ടാ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങളെ നമ്മൾ ഇനി മുതൽ സുപ്രകുട്ടൻ എന്ന് വിളിക്കൂ, അങ്ങനെ തന്നെ വിളിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അനീഷ്, എന്നെ അങ്ങനെയൊന്നും വിളിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. അപ്പോൾ നൂറ, എന്താ സുപ്രകുട്ട, നമ്മൾ ഇനി മുതൽ സുപ്രകുട്ടൻ എന്നെ വിളിക്കത്തുള്ളൂ സുപ്രകുട്ട എന്ന് പറഞ്ഞിട്ട് അനീഷെ ചൊറിയാൻ പോകുന്നു. അപ്പോൾ അനീഷ് കയറി അങ്ങ് മാന്താൻ പോകുന്നു. അപ്പോൾ അനീഷ്, ഞാൻ അങ്ങനെ ആരെയും ചെറ്റ എന്നൊന്നും വിളിച്ചിട്ടില്ല എന്ന് അനീഷ് പറയുന്നു എന്നാണ് പറയുന്നത്. എന്നാണ് എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ നൂറ, എന്തൊരു പാവം എന്ന് പറയുന്നു. അപ്പോൾ അനീഷ്, ഞാൻ ചെറ്റ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഇറങ്ങുന്നു വാങ്ങിച്ചതാണ്. നിങ്ങൾ എന്നെ അനീഷ് എന്നോ അനീഷ് ബ്രോ എന്നോ അനീഷ് ചേട്ട എന്നോ ഒക്കെ നിങ്ങൾക്ക് വിളിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ നൂറ, ഇല്ല. അപ്പോൾ ഷാനവാസ് ഇക്കേനെ കഴുത എന്ന് വിളിച്ചതോ? അപ്പോൾ ഇതിനൊക്കെ ആര് മറുപടി പറയും അനീഷേട്ടാന്ന് ചോദിക്കുന്നു. അപ്പോൾ അനീഷ്, എനിക്ക് എന്നെ അങ്ങനെയൊന്നും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നു അനീഷ്. ഇതേ സമയം കിച്ചൺ ഏരിയയാണ് കാണിക്കുന്നത്. കിച്ചൺ ഏരിയയിൽ നമ്മുടെ നെവിനും ജിസേലും കൂടി നിൽക്കുകയാണ്. നെവിനോട് കംപ്ലൈൻറ്റ് പറയുകയാണ് ജിസേൽ, ക്യാപ്റ്റനാണല്ലോ. അപ്പോൾ കംപ്ലൈൻറ്റ് പറയുകയാണ്. അപ്പോൾ നെവിനോട് ജിസേൽ പറയുന്നു, വെസൽ ക്ലീൻ ഒന്നും ചെയ്തിട്ടില്ല, കിടക്കുന്ന കണ്ടില്ലേ, ഈ പറയുന്ന പോലെ വെസലൊന്നും ഇവിടെ ക്ലീൻ ചെയ്തിട്ടില്ല, കിടക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നെവിൻ ഇതൊന്നും മൈൻഡ് ചെയ്യാത്ത മട്ടിൽ വേറെ എന്തൊക്കെ പറയുന്നുണ്ട്. ഈ പറയുന്ന കിരീട യുദ്ധ ടാസ്കിൽ ഞാൻ കളിക്കാനായി പോയപ്പോൾ എൻ്റെ ബൗൾ താഴെ വീണപ്പോൾ അനുവല്ലാതെ എന്നെ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല, എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയുന്നു. നല്ല ഓർമ്മയുണ്ട് എന്ന് പറയുന്നു നെവിൻ പറയുന്നു. അപ്പോൾ ജിസേൽ പറഞ്ഞു, ഇല്ലില്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അപ്പോൾ നെവിൻ, വേണ്ട ജിസേലെ, എനിക്കറിയാം എല്ലാവരുടെയും സ്വഭാവം, എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നു. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ അവിടേക്ക് കിച്ചണിനകത്തേക്ക് നമ്മുടെ ബിന്നി മസ്താനിയൊക്കെ പാത്രം കഴുകാൻ വരുന്നു. പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിസേൽ ബിന്നിയോട് ചോദിക്കുകയാണ്, ബിന്നി, നീ ഇവിടുത്തെ സീനിയർ അല്ലേ, നിനക്കറിയില്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? അപ്പോൾ ബിന്നി, അതെ, ഞാൻ സീനിയറാണ്, പക്ഷേ റൂൾ തന്നെയാണ് എന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് കഴുകാനുള്ളത് ഞാൻ കഴുകും, അവൾക്ക് കഴുകാനുള്ളത് അവളും കഴുകും എന്ന് പറയുന്നു. അപ്പോൾ ജിസേൽ പറയുന്നു, ലാസ്റ്റ് നെവിനാണ് രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സാമ്പാറും അതുപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ടിയിരുന്നത് നെവിനായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ബിന്നി, റൂൾസ് എല്ലാവർക്കും എല്ലാം കഴുകിയിടണമെന്ന് ഒന്നുമില്ല എന്ന് പറയുന്നു. എല്ലാം നമ്മൾ തന്നെ കഴുകി തരണോ? ഈ ഗ്ലാസ് കപ്പൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നു, ഇതൊക്കെ നമ്മൾ തന്നെ കഴുകി തരണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പിന്നീട് അങ്ങോട്ട് പ്രശ്നങ്ങൾ വളരുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ അതിനുശേഷം മസ്താനി വരുന്നുണ്ട്, സഹായിക്കാൻ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് മസ്താനിയും വരുന്നുണ്ട്. ഇതേ സമയം പുറത്താണ് കാണിക്കുന്നത്, അബി ഒനയിൽ കൂടി പുറത്തിരിക്കുന്നു. അബി അവിടെ നിന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അബിയാണ് സംസാരിക്കുന്നത്. ഇനിയും വൈൽഡ് കാർഡ്സൊക്കെ വരുമോ എന്നുള്ള സംശയത്തിലാണ് ഇവർ ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ആദിൽ നൂറയും കൂടി ഇന്ന് സംസാരിക്കുകയാണ്. ആരെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യണമെന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നൂറ പറയുന്നു, എനിക്ക് ആര്യനെ അതുപോലെ തന്നെ അക്ബറിനെയൊക്കെ നോമിനേറ്റ് ചെയ്യണമെന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ആദിൽ പറയുന്നു, ഒരാളെ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ, പോകാൻ ചാൻസ് ഉള്ള ആര്യൻ പറയാത്ത ഒരാളെ ആകണം പറയേണ്ടത്. അപ്പോൾ ആരിനേക്കാൾ പോകാൻ ചാൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ആലോചിക്കുക. നല്ലൊരു പവറാണ് നിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്, അത് നീ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് പറയുന്നു. അപ്പോൾ നൂറ അപ്പോൾ ആരിനെക്കുറിച്ച് പറയാൻ പോകുന്ന പോയിന്റുകൾ ഏതാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, എല്ലാ കാര്യങ്ങളും തമാശയല്ല, ജിസേലിൻ്റെ കൂടെ നിന്ന് കളിക്കും, സ്വന്തമായി ഒപ്പീനിയൻ ഇല്ല എന്നൊക്കെ പറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്നു, ഒരുമിച്ച് കളിക്കാനാണോ ഒരാൾ നിന്നാൽ മതി എന്ന പോയിന്റ് കൂടി പറയണമെന്ന് പറയുന്നു. അപ്പോൾ നൂറ ഓക്കെ ശരി എന്ന് പറയുന്നു. പിന്നീട് അങ്ങോട്ട് അവർ അവിടെ നിന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത് ഓരോ കാര്യങ്ങളും ഇതുപോലെ. അതിനുശേഷം നമ്മുടെ അനു ജിഷിനും കൂടി ഇന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ജിഷിൻ, ഞാൻ ഇനി ദേഷ്യപ്പെടുമ്പോൾ എന്നെ കൺട്രോൾ ചെയ്യാൻ എൻ്റെ കയ്യിൽ നുള്ളണം കേട്ടോ എന്ന് പറയുന്നു. അപ്പോൾ അനു ഓക്കെ ചേട്ടാ, സൂക്ഷിച്ച് കളിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ജിഷിൻ, നിൻ്റെ പുതിയ പേര് അനുമോൾ കൈൻഡ് എന്നാണ് ഇട്ടിരിക്കുന്നത്, അത് അക്ബറാണ് ഈ പേരിട്ടതെന്ന് പറയുന്നു. അതിനുശേഷം നമ്മുടെ റെനയും ആര്യനും കൂടി ഇന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റെന പറയുകയാണ്, PR നല്ല പോലെ അനു ചെയ്യുന്നതിന് കിട്ടുന്നുണ്ടാകും എന്ന് പറയുന്നു. നോക്ക് കണ്ടില്ലേ, അനുവിനെ എതിർത്ത ശൈത്യ വരെ പുറത്തുപോയി, അനുവിനെതിരെ നിന്ന് ശരത്തേട്ടനും പുറത്തുപോയി. ഇനി അടുത്ത് പുറത്തു പോകാൻ പോകുന്നത് ആരാന്നറിയാമോ? ഞാനാണെന്ന് ആര് പറയുന്നു? റെന പറയുന്നു. അതിനുശേഷം നമ്മുടെ നെവിൻ, അബി, അക്ബർ, അതുപോലെ തന്നെ ഒനേൽ, ആര്യൻ, അതുപോലെ തന്നെ പ്രവീൺ, ഇവരെല്ലാവരും കൂടിയിട്ട് ഒരിടത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ നെവിനാണ് പറയുന്നത്, ഞാനിപ്പോൾ AMT ഗ്രൂപ്പിലുമില്ല, WMT ഗ്രൂപ്പിലും ഇല്ല എന്നാണ് പറയുന്നത്. അനുമോൾ മൂട് താങ്ങി ഗ്രൂപ്പ്, അനുമോൾ മൂട് താങ്ങിയല്ല, അക്ബർ മൂട് താങ്ങി ഗ്രൂപ്പും വൈൽഡ് കാർഡ് മൂട് താങ്ങി ഗ്രൂപ്പും, ഇപ്പോൾ ഞാൻ അതിലൊന്നും ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ റെന പിന്നെ ഓരോന്നോരോന്നും പറഞ്ഞു തുടങ്ങുകയാണ്. റെന, എന്താണ് ഇപ്പോൾ അനുവിൻ്റെ കൂടെ നെവിൻ പറ എന്ന് പറയുന്നു. നെവിൻ ഇപ്പോൾ 1 വീക്കായിട്ട് അനുവിൻ്റെ കൂടെയാണല്ലോ, വൈൽഡ് കാർഡ്സ് വന്നിട്ട് എന്താണെന്ന് പറ എന്ന് പറയുന്നു. അപ്പം നെവിൻ പറയുന്നു, മുമ്പ് ഞാനും അനുവും തമ്മിൽ വഴക്കുണ്ടായിരുന്നു, ഇപ്പോൾ എനിക്ക് അനുവിനോട് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നു. പിന്നീട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ അതിനുശേഷം അക്ബറിൻ്റെ കാര്യമാണ് എടുത്തിടുന്നത് നമ്മുടെ നെവിൻ. അക്ബർ ഇവിടുത്തെ മൊണ്ണയായ നടനാണ് എന്ന് പറയുന്നു അക്ബർ. അപ്പോൾ അക്ബർ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. അക്ബർ ഒന്നും പ്രതികരിക്കുന്നില്ല. അക്ബറിന് അറിയാം പ്രതികരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന്. അതുകൊണ്ട് അക്ബർ ഒന്നും പ്രതികരിക്കുന്നില്ല. അക്ബർ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ പ്രാവശ്യവും ഇവിടുത്തെ നടനായിരിക്കും വിന്നറാകാൻ പോകുന്നത്. പക്ഷേ ഇത്തവണ നോക്കിക്കോ, നടിയാണ് വിന്നറാകുക എന്ന് പറയുന്നു. അപ്പോൾ റെന, അതുകൊണ്ടാണോ ചേട്ടാ അനുവിൻ്റെ കൂടെ നിൽക്കുന്നത്? പറയൂ നെവിൻ ചേട്ടാ, അതുകൊണ്ടാണോ അനുവിൻ്റെ കൂടെ നിൽക്കുന്നത്? പറയ് എന്ന് പറയുന്നു. അപ്പോൾ നെവിൻ, അതെ, അങ്ങനെ തന്നെ കരുതിക്കോ, എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നു. 5th പൊസിഷനിൽ എന്തായാലും അക്ബർ എത്തും. അക്ബർ ഒരു ഗെയിമറൊന്നും ഞാൻ പറയില്ല, അക്ബറിനെ അവിടെ എത്തിക്കും എന്ന് പറയുന്നു. അക്ബർ ഷോയുടെ ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ അക്ബർ പ്രതികരിക്കുകയാണ്, അക്ബർ ഷോയുടെ ഐഡൻറ്റിറ്റിയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നെവിനെ, ഷോയുടെ ഐഡൻറ്റിറ്റിയെ എന്ന് പറയുന്നു. അപ്പോൾ റെന, നിന്നെപ്പോലെയുള്ള പോസ്റ്റൽ ഗാർഡിനെ ഒന്നും ഞാൻ വയ്ക്കത്തില്ല കേട്ടോ നെവിനെ എന്ന് പറയുന്നു. അപ്പം നെവിൻ, വെല്ലുവിളിച്ചത് നിന്നെപ്പോലെയുള്ള ചീള് കണ്ടസ്റ്റൻസിനെ അല്ലടി, ഞാൻ വെല്ലുവിളിച്ചത് ബിഗ് ബോസിനെയാണ്. അപ്പോൾ റെന, എന്നിട്ട് എന്തു പറ്റി, പിന്നെ എന്തിനാ തിരിച്ച് സോറിയൊക്കെ പറഞ്ഞിട്ട് കയറി വന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ നെവിൻ പറയാണ്, എടീ
എൻ്റെ ധൈര്യമാണ് നീ വെല്ലുവിളിച്ചത് എന്ന് പറയുന്നു. നിനക്ക് പറ്റുമോ, നിനക്കൊക്കെ പറ്റുമോടി എന്ന് ചോദിക്കുന്നു. വെല്ലുവിളിച്ചിങ്ങനെ ഇറങ്ങിപ്പോകാൻ. അപ്പോൾ ചുണയുണ്ടെങ്കിൽ ഞാൻ ചാലഞ്ച് ചെയ്യുന്നു, 7ാമത്തെ വീക്ക് ആകുമ്പോഴേക്കും എന്നെ ഇവിടെ നിന്ന് പുറത്ത് ഇറക്കി കാണിക്ക് എന്ന് പറയുന്നു. അപ്പോൾ ബിന്നി കൂടെ ശരിയാണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ നമുക്കെങ്ങനെ പറയാൻ പറ്റും? അത് ബിഗ് ബോസ് അല്ലേ എല്ലാം തീരുമാനിക്കുന്നത്, പിന്നെ ഓഡിയൻസ് അല്ലേ എല്ലാം തീരുമാനിക്കുന്നത് പറയുന്നു. അപ്പോൾ നെവിൻ, കാണിച്ചു താടി, നീയൊക്കെ പുറത്ത് എന്നെ 7ാമത്തെ ആഴ്ചയാകുമ്പോഴേക്കും എന്നെ ഇവിടുന്ന് പുറത്തിറക്കി കാണിച്ചു താ, ഞാൻ ചാലഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ പ്രശ്നങ്ങൾ പൊട്ടിമുളക്കുകയാണ് വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ ബിന്നി പറയാണ്, അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന പരിപാടി എനിക്കില്ല എന്ന് പറയുന്നു. അതിനുശേഷം ഷാനവാസ് ജിസേലും കൂടി ഇന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷാനവാസ്, ഞാനിവിടെ ആരെയും ഒന്നും പറയില്ല, അപ്പോൾ ഞാനിവിടെ ഭയങ്കര ഇതായിട്ടാണ് പോകുന്നതെന്ന് പറയുന്നു. അപ്പം ജിസേൽ, അപ്പോൾ നിങ്ങൾ തന്തയ്ക്ക് വിളിച്ചതിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഷാനവാസ്, ഞാൻ ആരെയാണ് തന്തയ്ക്ക് വിളിച്ചത്? ഞാൻ അങ്ങനെയൊന്നും ആരെയും വിളിച്ചിട്ടില്ല. ഞാൻ ആരോടാ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇപ്പോൾ ലൈവിനകത്ത് 3 മണി വരെയുള്ള ലൈവിനകത്ത് നടന്ന പ്രധാന സംഭവങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ടാസ്ക് വരുന്നുണ്ട്, അതായത് വീക്ക്ലി ടാസ്ക് വരുന്നുണ്ട്, ഒരു സർക്കസിൻ്റെ ഒരു ടാസ്ക് വരുന്നുണ്ട്. അത് ഇതുവരെയും വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ക്യാപ്റ്റൻസി വരാനുണ്ട്, നോമിനേഷൻ വരാനുണ്ട്, ഇതൊക്കെ വരാനുണ്ട്. അപ്പോൾ അതൊക്കെ വരട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് സീ യു.